ആദ്യം നെറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. വേറൊരു വഴിയില്ല, വരണോടത്ത് വെച്ച് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങോട്ട്. പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഏതാണ് നല്ല ഇതെന്ന് പറയുമ്പോൾ ആപ്പിൾ ബി അക്കാഡമി കണ്ടു. അങ്ങനെ വന്നു. പഠിച്ചത് ഞാൻ പിന്നെ വീണ്ടും ഓർമ്മയുണ്ടോ റീചെക്ക് ഒന്നും നോക്കാൻ നിന്നില്ല. വീണ്ടും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ആ പരീക്ഷയുടെ സമയത്ത് ഓർമ്മ വരട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത്ര തന്നെ. ജൂൺ 2024 എക്സാമിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 2 വട്ടം എഴുതിപ്പോയി. പിന്നെ അടുത്ത് കിട്ടോ, ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി നെറ്റ് പഠിക്കാൻ പറ്റുന്ന യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് എഴുതിയത്. പിന്നെ പെൻ ആൻഡ് പേപ്പറൊക്കെ ആയിരുന്നു. ഇവിടുത്തെ യൂട്യൂബ് ക്ലാസ്സസ് ആയിരുന്നു ഇതിനു മുന്നേ ഞാൻ റെഫർ ചെയ്യണ്ടായിരുന്നത്. അത് വെച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വന്നത്. പേപ്പർ 1-ന് ഈ മാത്സ് പോലെയുള്ള ലോജിക്കൽ റീസണിങ് ഒക്കെ അതായിരുന്നു എനിക്ക് ഈസി ആയിട്ടുണ്ടായിരുന്നത്. +2-ലൊക്കെ എനിക്ക് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിലായിരുന്നു കൂടുതൽ ഇഷ്ടം. ഫുൾ മാർക്ക് വാങ്ങിക്കായിരുന്നു. 10ാം ക്ലാസ്സിൽ എനിക്ക് മാത്സിൽ 80-ൽ വട്ടപ്പൂജ്യം കിട്ടിയൊരു സന്ദർഭം ഉണ്ടായിരുന്നു. എല്ലാവരും പുച്ഛിച്ചു. അതിൻ്റെ ഒരു വാശിക്ക് തുടങ്ങിയതായിരുന്നു. Hi everyone, welcome to our testimonial video series. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആപ്പിൾ ബി അക്കാഡമിയുടെ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഷെർവിൻ വർഗീസ് ആണ്. ഷെർവിൻ ജൂൺ 2024 എക്സാമിൽ നെറ്റ് ക്വാളിഫൈ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ ഫസ്റ്റ് ആപ്പിൾ ബി അക്കാഡമിയുടെ പേരിൽ ഞാൻ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. പിന്നെ ഷെർവിൻ്റെ ഒരു എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ ഷെർവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസിയുടെ ഒരു പര്യായമാണ് ഷെർവിൻ എന്ന് പറയുന്നത്. കാരണം ഷെർവിൻ ശരിക്കും നമ്മുടെ ആപ്പിൾ ബി അക്കാഡമിയിൽ ഓൾമോസ്റ്റ് 3 ബാച്ച് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഏകദേശം 3 എക്സാമോളം ഷെർവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ ക്ഷമയോടുകൂടി ഇപ്പം എന്താ പറയുക, ഞാനൊരു എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ നല്ല ക്ഷമയെടുത്ത് പഠിച്ച് വന്ന ഒരാളായിരുന്നു ഷെർവിൻ. കാരണം ആദ്യത്തെ എക്സാമിലൊക്കെ ഷെർവിൻ അത്യാവശ്യം ഒരു സ്ലോ ലേണിംഗ് ആയിരുന്നു. പതുക്കെ പഠിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ടൈം എടുത്തിട്ട് തന്നെയാണ് ഷെർവിൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിജയം കുറച്ചും കൂടി ഒരു മധുരമുള്ളൊരു വിജയമാണ്. സോ അപ്പൊ നമ്മുടെ ബാക്കിയുള്ള നെറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഷെർവിനെ കുറിച്ച് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എങ്ങനെയാണ് ആപ്പിൾ ബിയിൽ വന്നത്, അതിന് മുൻപ് എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്? ഞാൻ PG കംപ്ലീറ്റ് ആയതിനു ശേഷം കുറേ ഡിലേ വന്നു. എൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ വർക്കൊക്കെ ഇടയ്ക്ക് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻവിജിലേറ്ററിൻ്റെ ഡ്യൂട്ടി അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്ത് ഫൈനലായിട്ട് ആൻസർക്ക് മറ്റേ കൺസോൾട്ടേറ്റഡ് ആൻഡ് പ്രൊവിഷണൽ മാർക്ക് ലിസ്റ്റൊക്കെ എല്ലാം ഒറിജിനലൊക്കെ കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ട് വരാമെന്ന്. ആദ്യം നെറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പിന്നെ വേറൊരു വഴിയില്ല, വരണോടത്ത് വെച്ച് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങോട്ട്. പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഏതാണ് നല്ല ഇതെന്ന് പറയുമ്പോൾ ആപ്പിൾ ബി അക്കാഡമി കണ്ടു. അങ്ങനെ വന്നു. ഇവിടെ വരുന്നതിന് മുൻപ് ഷെർവിൻ നെറ്റിന്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാണ് ഇവിടെ വരുമ്പോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ തവണ എക്സാം എഴുതുമ്പോഴും പിന്നെ ഇപ്പം ഓൾമോസ്റ്റ് 3 തവണയായിട്ടാണല്ലോ ഷെർവിൻ എഴുതുന്നത്. ഈ പ്രിപ്പറേഷൻ ചെയ്തിട്ട്, അതായത് പ്രിപ്പയർ ചെയ്ത് ആദ്യത്തെ തവണ എഴുതിയപ്പം ഷെർവിന് ഒരുപാട് ടൈം ഉണ്ടായിരുന്നില്ല. കാരണം മാർച്ചിൽ വന്നു, ജൂണിലെ എക്സാം വന്നു. അപ്പം പ്രിപ്പയർ ചെയ്ത് എഴുതുന്നതിന് മുൻപും ഈ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എഴുതുമ്പോഴുള്ളൊരു വ്യത്യാസം എന്തായിരുന്നെന്ന് ഒന്ന് പറയാമോ? എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല ജൂൺ 2023 എക്സാമിൻ്റെ ഇത്. ജസ്റ്റ് പോയി എഴുതാം, പിന്നെ ഇവിടെ നിന്ന് പഠിച്ച് കൊണ്ട് ഒരു മാർക്ക് എടുക്കാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ആ എക്സാം എഴുതിയത്. ഡിസംബർ 2023 ബാച്ചിലേക്ക് കടന്നപ്പോൾ കൂടുതലായിട്ട് അറിഞ്ഞു ഇതിനെ പറ്റിയിട്ട്. അതിൽ വീണ്ടും പോയപ്പോൾ ജൂൺ 2024 എല്ലാ റിസോഴ്സസും എടുക്കാൻ തുടങ്ങി. അതായത് മാം പറയുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ, ഇവിടുന്ന് എടുക്കുന്ന മാത്രമല്ല എക്സ്ട്രാ എന്തെങ്കിലും എടുക്കണം മാക്സിമം. അതൊക്കെ ഞാൻ എടുക്കാൻ തുടങ്ങി ജൂൺ 2024. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തു, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തു, അതിലെ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്തു, റോങ് ആയിട്ടുള്ളത് അതൊക്കെ
ചെയ്തിട്ട് എഴുതി, അപ്പം നമ്മൾ ക്വാളിഫൈഡ് ആയി. ഓക്കെ, ഇപ്പം പറഞ്ഞില്ലേ ജൂൺ 2024 ആദ്യത്തെ എക്സാം ക്യാൻസൽഡ് ആയിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു 2-3 മാസത്തെ ഗ്യാപ്പ് അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നോ? അതാണ് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത്. ജൂൺ 2024 എക്സാമിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 2 വട്ടം എഴുതിപ്പോയി, പിന്നെ അടുത്ത് കിട്ടോ, ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി നെറ്റ് പഠിക്കാൻ പറ്റുന്ന യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് എഴുതിയത്. പിന്നെ പെൻ ആൻഡ് പേപ്പറൊക്കെ ആയിരുന്നു. ആകെ കോളാക്കിയെന്ന് തന്നെ പറയാം ആ എക്സാം. മര്യാദയ്ക്ക് ആൻസർ ചെയ്യാനും പറ്റിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചൊന്ന് ക്രോസ് ചെക്ക് ഒക്കെ നോക്കിയപ്പോൾ കുറേ തെറ്റുത്തരങ്ങൾ കണ്ടു. അതായത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേമാതിരിയായിരുന്നു സ്കോർ ഉണ്ടായിരുന്നത്. പിന്നെ ആകെ നിരാശയായി അതൊക്കെ കണ്ടപ്പോൾ. പിന്നെ റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ തുടങ്ങി. ആ 3 മാസമാണ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചത്. അത് ആക്ച്വലി നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈ ജൂണിലെ എക്സാം ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്കും ഒബ്വിയസ്ലി അതൊരു അൺഫോർച്ചുനേറ്റ് ഇവന്റ് ആണ്. എന്നാലും അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുത്തിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. ആ ഒരു പോസിറ്റിവിറ്റിയിൽ വീണ്ടും, അതായത് അന്ന് നെറ്റിന്റെ സ്കോറേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും JRFന്റെ സ്കോറുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഷെർവിനും. ജൂണിൽ സ്കോർ കുറവായിരുന്നു, പക്ഷെ റീടെസ്റ്റ് വന്നപ്പോഴത്തേക്കും സ്കോർ കൂടി. ആ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാം. അവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് ഷെർവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നമുക്ക് കുറച്ച് മാസങ്ങൾ മാത്രമേ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് അതിലും ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുറെ നാളത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഡെഡിക്കേഷനിൽ പഠിക്കുക എന്ന് പറയുന്നത്. സോ അപ്പൊ അത് എന്താണ് പറയുന്നത്, അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ഷെർവിൻ ഇവിടെ വന്നേക്കുന്നത്. ഇനി ഇവിടെ നമ്മളിവിടെ പറഞ്ഞു പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ലോ ലേണർ ആണ് എന്നൊരു നിലയിൽ ഈ പേപ്പർ 1ഉം പേപ്പർ 2ഉം എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? പഠിപ്പിക്കുന്ന അങ്ങോട്ട് പോവുക. പിന്നെ ഇവിടുത്തെ യൂട്യൂബ് ക്ലാസ്സസ് ആയിരുന്നു ഇതിനു മുന്നേ ഞാൻ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വന്നത്. അതിന് ടൈം എടുത്തു. ചില കോൺസെപ്റ്റ്സ് ഒക്കെ വീണ്ടും അടുത്ത ബാച്ചിലൊക്കെ ആയപ്പോഴാണ് തറായത്. അങ്ങനെയൊക്കെ ആയിട്ടാണ് പേപ്പർ 1 വന്നത്. പിന്നെ പേപ്പർ 2 കുറേ വാസ്റ്റ് ആയിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയണ്ട, ആകെ കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഫുള്ള് അന്വേഷണമായിരുന്നു, ഏത് എടുക്കണം, എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ എക്സാംസും ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആ എക്സാംസിന്റെ പിന്നെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ എല്ലാ ഇതും പേപ്പർ 2 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം ആപ്പിൾ ബി അക്കാഡമിയുടെ ബോത്ത് LMS പ്ലാറ്റ്ഫോമും ഉണ്ടായിരുന്നു, ഷെർവിന് നമ്മുടെ ക്ലാസ് റൂമും ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് നമുക്ക് ഒത്തിരി മോഡ്സ് ഉണ്ടല്ലോ. അതായത് ക്ലാസ് റൂംസ് ഉണ്ട്, ഐ മീൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന രീതിയിലുണ്ട്. പിന്നെ LMSലാണെങ്കിൽ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. ഇവിടെ റെഗുലർ ആയിട്ട് എക്സാംസ് ഉണ്ട്, മോഡൽ ഉണ്ട്, സെക്ഷണൽ ഉണ്ട്. അപ്പം ഇതില് ഷെർവിന് അപ്പൊ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചതിനേക്കാളും ഷെർവിന് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏത് മോഡായിരുന്നു? ഓഫ്ലൈൻ മോഡ് തന്നെയായിരുന്നു. ക്ലാസ് റൂമും ഈ പറഞ്ഞതുപോലെ സെക്ഷണൽ എക്സാംസും ആയിട്ട്. ഷെർവിൻ പറഞ്ഞ എക്സാംസിന്റെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഒരു എക്സാമിന് ആബ്സെന്റ് ആവുകയാണെങ്കിൽ ഷെർവിൻ ഒന്ന് ചോദിക്കുമായിരുന്നു, റീടെസ്റ്റ് ഇടാവോ, അല്ലെങ്കിൽ നമ്മൾ എക്സാമിന്റെ ഡേറ്റ് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്ന് ചോദിക്കുമായിരുന്നു, ഈ ദിവസം ഞാൻ ആബ്സെന്റ് ആയിരിക്കും, അപ്പം അന്ന് എക്സാം ഇടാതിരിക്കുവോ. പിന്നെ അതുപോലെ തന്നെ ഷെർവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെർവിൻ ലാസ്റ്റിലോട്ട്, അതായത് ലാസ്റ്റ് ബാച്ച് ഒക്കെ വന്നൊരു ടൈമിൽ ഈ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടുന്ന് ഉണ്ടായിരുന്ന എക്സാംസും ഒക്കെ ഇങ്ങനെ ലൈക്ക് ബൈഹാർട്ട് ചെയ്തൊക്കെ ആണെങ്കിലും ഒത്തിരി പഠിക്കുമായിരുന്നു. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, മിസ് എനിക്ക് ഫുള്ള് ബൈഹാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ബൈഹാർട്ട് ചെയ്യുന്നൊക്കെ. അപ്പം ലാസ്റ്റിലോട്ട് വന്നപ്പോ ഒരു റിവിഷൻ ആയിരുന്നല്ലോ. അപ്പം ആ റിവിഷൻ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് എക്സാമിന്? അതായത് കുറച്ചും കൂടി ഒന്ന് ഓർക്കാൻ പറ്റിയോ? അതിന്റെ ഞാൻ ഒന്നും നോക്കിയില്ല. പഠിച്ചത് ഞാൻ പിന്നെ വീണ്ടും ഓർമ്മയുണ്ടാവും, റീചെക്ക് ഒന്നും നോക്കാൻ നിന്നില്ല. വീണ്ടും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ആ പരീക്ഷയുടെ സമയത്ത് ഓർമ്മ വരട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തില് അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത്ര തന്നെ.
ഇപ്പൊ നമുക്കൊരു കൺസിസ്റ്റൻസി, ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു വിശ്വാസം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെർവിനിൽ കാണാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞു പേപ്പർ 2ന്റെ സിലബസ്, അതായത് ഇംഗ്ലീഷിന്റെ സിലബസ് എന്ന് പറയുന്നത് ശരിക്കും നല്ല വാസ്റ്റ് ആണ്. നമുക്ക് എവിടുന്ന് തുടങ്ങണം, ആ ഒരു നമുക്ക് ശരിക്കും ഒരു പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് നെറ്റ് പഠിക്കാനായിട്ടൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് നല്ല കൺഫ്യൂഷൻ വരും. അപ്പൊ ഇതില് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ടോപ്പിക് ഏതായിരുന്നു? ഇന്ത്യൻ ലിറ്ററേച്ചർ അതിലൊന്ന് ആണ്. പിന്നെ യൂറോപ്യൻ ലിറ്ററേച്ചർ പാടായിരുന്നു. പഠിച്ചെടുക്കാൻ പാടായിരുന്നു ആദ്യമൊക്കെ. ബ്രിട്ടീഷും തിയറി എല്ലാം തിയറി ആദ്യം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ PGയുടെ സമയത്തൊന്നും, ഇവിടെ വന്നപ്പോഴാണ് തിയറി ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഞാൻ ചോദിക്കാൻ കാരണം നമുക്ക് ഒത്തിരി സ്റ്റുഡൻസ് പറയുന്ന ഒരു കൺസേൺ ഈ 2 മൊഡ്യൂളാണ്, ബ്രിട്ടീഷും ഈ പറഞ്ഞതുപോലെ തിയറിയാണ്. അപ്പം അത് രണ്ടും ഒരു ചലഞ്ചിങ് ടോപ്പിക് ആയിട്ട് അങ്ങനെ തോന്നിയില്ല? ഈ പറഞ്ഞതുപോലെ ഗ്രാജുവലി അങ്ങ് പഠിച്ച് സെറ്റ് ആക്കി. ഓക്കെ. സോ അപ്പം ഈ ഇന്ത്യൻ പാടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ഈ എക്സാമിന് തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള വേറൊരു സ്റ്റുഡന്റ് നമ്മളോട് പറഞ്ഞ ചലഞ്ചിങ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്തവണത്തെ ഓഗസ്റ്റിലെ എക്സാമും ജൂൺ 2024 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇന്ത്യൻ ആയിരുന്നു. ബ്രിട്ടീഷ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആയിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ചലഞ്ച് ഓവർകം ചെയ്തത്? അത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഓരോ സ്ഥലത്തുനിന്ന്, ഇവിടുത്തെ, പിന്നെ എൻ്റെ നോട്ട്സ്, പിന്നെ യൂട്യൂബ്, പിന്നെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് അത് പാച്ചപ്പ് ആക്കി എടുത്തത്. ഓക്കെ. അപ്പൊ അത് പഠിക്കാതിരുന്നിട്ടില്ല, അതെങ്ങനെയെങ്കിലും ഒക്കെ ആ ഒരു ചലഞ്ച് നേരിട്ട്. ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് പൊതുവെ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് അവരൊരു ലോങ് ടേമിലേക്ക് അവർക്ക് ഈ മാത്സുമായിട്ട് വലിയ ബന്ധമില്ല. അപ്പൊ അവർക്ക് പേപ്പർ 1 DI അത് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട്, മാത്തമാറ്റിക്കൽ റീസണിങ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പൊതുവെ തോന്നാറുണ്ട്. അപ്പം ഷെർവിൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇവിടെ പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പേപ്പർ 2ന്റെ സിലബസ് വാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് പേപ്പർ 1 നല്ലൊരു മാർക്ക് കിട്ടുവാണെങ്കിൽ അത് ശരിക്കും നമ്മളെ അത് പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യും എന്നുള്ളത്. അപ്പം ഷെർവിൻ അതിന്റെ ഒരു പ്യോർ എക്സാമ്പിൾ ആണ്. കാരണം ഷെർവിൻ ഓൾമോസ്റ്റ് 50ൽ 36 ആ ഒരു സ്കോർ ഉണ്ടായിരുന്നു. അതായത് പേപ്പർ 1 നല്ലൊരു സ്കോർ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു, കാരണം ഫസ്റ്റ് എക്സാം വന്നപ്പോൾ പേപ്പർ 1 കുറച്ച് സ്കോർ കുറവായിരുന്നല്ലോ ആദ്യമായിട്ടൊക്കെ എഴുതുന്ന ഒരു ടൈമിൽ. അപ്പൊ പേപ്പർ 1 സ്കോർ എങ്ങനെയാണ് അത്രയൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത്? പേപ്പർ 1 ഈ മാത്സ് പോലെയുള്ള ലോജിക്കൽ റീസണിങ് ഒക്കെ അതായിരുന്നു എനിക്ക് ഈസി ആയി ഉണ്ടായിരുന്നത്. അതായത് +2 എനിക്ക് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിലായിരുന്നു കൂടുതൽ ഇഷ്ടം. ഫുൾ മാർക്ക് വാങ്ങിക്കായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് 10ാം ക്ലാസ്സിൽ ആണെന്നോണു എനിക്ക് മാത്സിൽ 80ൽ വട്ടപ്പൂജ്യം കിട്ടിയൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അന്ന് വീട്ടിൽ എല്ലാവരും ആകെ ചീത്ത പറഞ്ഞ് പുച്ഛിച്ചു. അതിൻ്റെ ഒരു വാശിക്ക് തുടങ്ങിയതായിരുന്നു. എനിക്ക് മാത്സ് എല്ലാം കൂടി എടുത്ത് കളയാനൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടുള്ള മേഖലയിൽ നിന്ന് മാക്സിമം എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഒരു രീതിയിൽ വന്നപ്പോൾ ഈ മാത്സ് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ഫാക്ച്വലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളായിരുന്നു കൂടുതൽ, അതിനായിരുന്നു എഫേർട്ട് എടുത്തത്. അതെങ്ങനെയായിരുന്നു? പേപ്പർ 2 ചെയ്തതുപോലെ അതേ സ്ട്രാറ്റജി തന്നെയായിരുന്നു പേപ്പർ 1? അതെ, എക്സാംസ് തന്നെയായിരുന്നു മെയിനായിട്ട് ഞാൻ ഉപയോഗിച്ചത്. അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ UGC നെറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കും. റോങ് ഓപ്ഷൻസിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യും. ഡൗട്ടുള്ളത് ബ്ലസ്സി മാമിൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെയൊക്കെയാണ് അത് എടുത്തത്. ഓക്കെ. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ? എന്താ ഫ്യൂച്ചർ പ്ലാൻ? അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടൊന്ന് കയറണം. പിന്നെ അത് കഴിഞ്ഞ് തോന്നുകയാണെങ്കിൽ PhD എടുക്കണം. JRFന് വേണ്ടി ഇനി ട്രൈ ചെയ്യുന്നില്ലെങ്കിലും PhD എന്തായാലും ഉണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാക്ടീസിങ് അങ്ങനെ ആയിട്ട് പോകുന്നു. ഓക്കെ. അപ്പം നമുക്ക് ഇത്രയാണ് നമ്മൾ ഷെർവിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത്. അപ്പം ഫ്യൂച്ചറിൽ നെറ്റ് ആസ്പിറൻസിനും എല്ലാവർക്കും ആക്ച്വലി ഒരു മോട്ടിവേഷൻ ആണ് ഷെർവിൻ എന്ന് പറയുന്നത്. കാരണം ഷെർവിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് എക്സാമിനെ പാസ്സാകും എന്നൊരു ഡിറ്റർമിനേഷനിലല്ല ഷെർവിൻ വരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഞാൻ ലൈക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും തന്നെ ഞാൻ അത്രയും തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യും. അത്രയും തന്നെ ഞാൻ കിട്ടാനായിട്ട് ട്രൈ ചെയ്യും.
ചെയ്യും എന്ന് ഷെർവിൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാം വന്നപ്പോൾ, അതായത് ജൂൺ 2024 വന്നപ്പം ഷെർവിൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു, ഇനി എനിക്ക് പറ്റൂന്ന് തോന്നുന്നില്ല, ഇതെന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, സോ ഞാൻ അതുകൊണ്ട് മാക്സിമം ഈ ഒരു തവണ എനിക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പം അത് തന്നെ നമുക്ക് ഈ പറഞ്ഞ ജൂൺ 2024 എക്സാമിൽ ഷെർവിൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പം നിങ്ങൾ നാളെ പഠിക്കുന്ന, അതായത് നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും നെറ്റ് ആസ്പിറൻസ് ആരാണെങ്കിലും നമ്മൾ പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെർവിന്റെ ഒരു എക്സാമ്പിൾ ഇന്ന് കിട്ടും. അതായത് ആ ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ചിലപ്പം നമുക്ക് ആദ്യത്തെ എക്സാം, ഇപ്പം ഷെർവിൻ ഈ പറഞ്ഞതുപോലെ എല്ലാ എക്സാംസ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും ജൂൺ 2024 ക്യാൻസൽഡ് എക്സാം വന്നപ്പോഴത്തേക്കും സ്ട്രെസ് വന്നു, അത് പോസിറ്റീവായിട്ട് വന്നില്ല. പക്ഷെ അവിടെ നിന്നില്ല, ഓഗസ്റ്റിലെ എക്സാമിൽ നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്തു. സോ അപ്പം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണെങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് വേണം എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഷെർവിൻ എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചറിൽ JRF ആണെങ്കിലും PhD ആണെങ്കിലും ഓൾ ദ ബെസ്റ്റ്. ഷെർവിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ.